സോ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും പഠിച്ചു പോയത് സ്റ്റേറ്റ് അസോസിയേഷനും മറ്റ് അതർ അസോസിയേഷനും തമ്മിലുള്ള റിലേഷൻസിനെ കുറിച്ചും ഇത് തമ്മിലുള്ള സിഗ്നിഫിക്കൻസിനെ കുറിച്ചിട്ടുമാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഭാഗങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ പാർട്ടുകൾ നിങ്ങൾ ഒന്നുകൂടി വായിച്ച് നന്നായി തന്നെ മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടാണ്. സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. അപ്പോൾ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്താണെന്ന് മനസ്സിലായി, സ്റ്റേറ്റ് ആൻഡ് അസോസിയേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നെക്സ്റ്റ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റേറ്റും ഗവൺമെൻറ്, ഭരണകൂടത്തെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചുമാണ്. അപ്പോൾ നോക്കാം, ദ ഗവൺമെൻറ് ആസ് യു നോ ഈസ് ഓൺ ദ എലമെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു പൊളിറ്റിക്കൽ സ്റ്റേറ്റിന് ദർ ഹാവ് ലോട്ട് ഓഫ് എലമെൻറ്റ്സ് ആൾസോ. ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്സിന് ഒരുപാട് എലമെൻ്റ് ഉണ്ട് അല്ലേ. അതിലൊരു എലമെൻ്റാണ് സൊസൈറ്റി, പോപ്പുലേഷൻ, സോവർണിറ്റി. ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റിനെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ ഭരണം നിർവഹിക്കാൻ സഹായിക്കുന്ന എലമെൻറ്റുകളാണ്, അടിസ്ഥാന ഘടകങ്ങളാണ്. അതിൽ ഒന്നാണ് എന്തെന്നറിയപ്പെടുന്നത് ദ ഗവൺമെൻറ് ഈസ് ആസ് യു നോ ഈസ് ആൻ വൺ ഓഫ് ദ എലമെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ്. ഈ രാഷ്ട്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകമാണ് ഭരണകൂടം. അപ്പോൾ ഭരണകൂടമില്ലാതെ രാഷ്ട്രമില്ല, ജനങ്ങളില്ലാതെ രാഷ്ട്രമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ഓൾ ഓഫ് ദം ബിക്കെയിം ദേ ആർ ദ മെയിൻ എലമെൻറ്റ്സ് ഓഫ് ദ എവറി പൊളിറ്റിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് യുവർ എനി കൺട്രി. സോ അപ്പോൾ ദ ഗവൺമെൻറ് ആസ് യു നോ ഈസ് വൺ ഓഫ് ദി എലമെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് ഈസ് ആൻ ഏജൻസി ത്രോ വിച്ച് ലോ ആർ മെയ്ഡ്. അതായത് നിയമങ്ങൾ പാലിക്കപ്പെടുന്നത്, നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ഒക്കെ രാഷ്ട്രം ഒരു നിയമം നിർമ്മാണം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലോ ആൻഡ് റെഗുലേഷൻസ് വി ഫോളോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ ഇത് നടപ്പിലാക്കുന്നത് ഒരു ഏജൻസി വേണം. നമ്മുടെ നിയമങ്ങൾ നടപ്പിലാക്കാൻ ഒരു ഏജൻസി വേണം. ആ ഒരു ഏജൻസിയാണ് ആരെന്നറിയപ്പെടുന്നത് നമ്മുടെ ഭരണകൂടം അഥവാ ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്. ഈസ് ഏജൻസി ത്രോ വിച്ച് ലോ ആർ മെയ്ഡ്. അപ്പോൾ നിയമങ്ങളെ രൂപീകൃതമാക്കിയെടുക്കുന്നത് ഗവൺമെൻറ് ആണ്. ഇറ്റ് എൻഫോഴ്സ് ദോസ് ഹു വയലേറ്റ് ദ ലോ ആർ പണിഷ്ഡ്. ഇനി ആരെങ്കിലും ഈ നിയമത്തെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? അവൻ ശിക്ഷിക്കപ്പെടും. അതായത് നിയമത്തെ പാലിച്ചില്ല എങ്കിൽ നിയമം പാലിക്കാത്തവനെ നമ്മൾ എന്ത് ചെയ്യും? ശിക്ഷ കൊടുക്കും. ശിക്ഷ അവൻ ഏറ്റുവാങ്ങേണ്ടി വരും. ഓക്കെ, ഇറ്റ് ഈസ് എ വിസിബിൾ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സ്റ്റേറ്റ് അതോറിറ്റി. ഇതൊരു വിസിബിൾ, നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന, പ്രകടമാക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ് അതോറിറ്റിയാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. ഇറ്റ് ഈസ് എ വിസിബിൾ മാനിഫെസ്റ്റേഷൻ മീൻസ് പ്രകടമാക്കാൻ കഴിയുന്ന ഓഫ് സ്റ്റേറ്റ് അതോറിറ്റി. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൾ ദ പേഴ്സൺ. അതായത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദാറ്റ് മീൻസ് ഗവൺമെൻറ് ഉൾക്കൊണ്ടിരിക്കുന്നത് all the person, institution, agencies through which the will of the state is expressed and carried out. അപ്പോൾ സ്റ്റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? സ്റ്റേറ്റിൻ്റെ റൂളുകളും ലോകളും റെഗുലേഷനും എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നത് ഗവൺമെൻറ്റിലൂടെയാണ്. അതാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൾ ദ പേഴ്സൺസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഏജൻസീസ് ത്രൂ വിച്ച് ദ വിൽ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് അതായത് വിൽ ഓഫ് ദ സ്റ്റേറ്റ്, അതായത് രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നത് ഭരണകൂടത്തിലൂടെയാണ്. ത്രോ ദ സ്റ്റേറ്റ് സ്പീക്ക് ത്രോ ദ ഗവൺമെൻറ്. സ്റ്റേറ്റ് സംസാരിക്കുന്നത് ആരിലൂടെയാണ്? അതായത് സ്റ്റേറ്റിൻ്റെ നിയമങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഭരണകൂടത്തിലൂടെയാണ്. അതായത് ത്രോ ദ സ്റ്റേറ്റ് സ്പീക്ക് ത്രോ ദ ഗവൺമെൻറ്. ഇറ്റ് ഈസ് ദ പ്രോപ്പർ ഡിഫറൻഷ്യേഷൻ ബിറ്റ്വീൻ ടു. ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻഷ്യേഷൻ എന്താണ് നമുക്ക് നോക്കാം. ആരൊക്കെ തമ്മിലുള്ള? നമ്മുടെ സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള ഡിഫറൻഷ്യേഷൻ, അതാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത്. ദ സ്റ്റേറ്റ് ഹാസ് അതോറിറ്റി ഇൻഹെറിറ്റൻറ്റ് ഇൻ ഇറ്റ്സെൽഫ് വേഴ്സ് ദ ഗവൺമെൻറ് ഹാസ് നോ ഇൻഹെറിറ്റൻറ്റ് പവർ. ഇനി സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഹെറിൻ്റ് ആയിട്ടുള്ള ഒരു പവറുണ്ട്, ശക്തിയുണ്ട്, അധികാരമുണ്ട്. നോക്കാം, ദ സ്റ്റേറ്റ് ഹാസ് അതോറിറ്റി ഇൻഹെറിറ്റൻറ്റ് ഇൻ ഇറ്റ്സെൽഫ് വേർ ദ ഗവൺമെൻറ് ഹാസ് നോ ഇൻഹെറിറ്റൻറ്റ് പവർ. The government gets structure, authority, power from the constitution of the state. അതാ പറയുന്നത്. അതായത് പിന്നെ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് പൈതൃക ഇൻഹെറിറ്റ് ആയിട്ട് തന്നെ എന്ത് ലഭിച്ചിട്ടുണ്ട്? ഒരു എന്താ പറയുന്നത്, ഇൻഹെറിറ്റ് ഇറ്റ്സെൽഫ് വേർ ദ ഗവൺമെൻറ് ഹാസ് നോ ഇൻഹെറിറ്റ്. ഒരു ഇൻഹെറിൻ്റ് ആയിട്ടുള്ള പവർ ആർക്കുണ്ട്? സ്റ്റേറ്റിനുണ്ട്. രാഷ്ട്രകൂടത്തിന് പൈതൃകമായി തന്നെ ഒരു പവറുണ്ട്, ശക്തി ഉള്ളതാണ്. പക്ഷേ ഗവൺമെൻറ്റിന് നോ ഇൻഹെറിൻ്റ് പവർ. ഒരു ഇൻഹെറിൻ്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ള ഒരു പൈതൃകമായിട്ടൊന്നോ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് ലഭിച്ചിട്ടുള്ള ഒരു പവറൊന്നും ആർക്കില്ല. സ്റ്റേറ്റ് ഉണ്ടെങ്കിലേ ഗവൺമെൻറ് ഉള്ളൂ. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ദ ഗവൺമെൻറ് ഗെറ്റ്സ് സ്ട്രക്ചർ. ഗവൺമെൻറ്റിന് നിലനിർത്തുന്ന ആ ഒരു ഘടന, അതോറിറ്റി, പവർ, ഇതെല്ലാം ഗവൺമെൻറ്റിന് എവിടെ നിന്ന് കിട്ടും? ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മാത്രമേ
നമ്മുടെ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ബോഡിയും അതോറിറ്റിയും പവറും ഒക്കെ ലഭിക്കത്തുള്ളൂ. പക്ഷേ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ഇറ്റ്സെൽഫ് ഹാവ് എ ഇൻഹെറിറ്റഡ് പവർ ആൾസോ. ബട്ട് നമ്മുടെ അതേസമയം ഗവൺമെൻറ് ഡിഡ് നോട്ട് ഹാവ് എ ഇൻഹെറിറ്റ് പവർ. The government, they get inherent power from the constitution of the state. ആ സ്റ്റേറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് ആ പവർ ഉണ്ട് എങ്കിൽ, പവർ എന്ന് മാത്രമല്ല സ്ട്രക്ചർ, നമ്മുടെ ഗവൺമെൻറ്റിനൊരു പവർ കിട്ടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടുന്നത്, അതിനൊരു അതോറിറ്റി ആയി തീരുന്നതൊക്കെ എവിടെ നിന്നുമാണ്? പവർ ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ആ ഒരു അതോറിറ്റിയും പവറും ഒക്കെ തന്നെ ലഭ്യമാകുന്നത്. ഇതാണ് ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസിയേഷൻ. ആരൊക്കെ തമ്മിലുള്ള? ഈ സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള. The state is larger entity that include all the citizen. The government is relatively smaller unit than including only those who are employed to perform its function. We are all citizens of the state, but we are all not a functionaries of the government. അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഇസ് എ ലാർജർ എൻറ്റിറ്റി ദാറ്റ് ഈസ് ഇൻക്ലൂഡ്. പിന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ലാർജർ ആയിട്ടുള്ളൊരു സമൂഹമാണ്. നേരത്തെ നമ്മൾ സൊസൈറ്റിയെ കുറിച്ച് പഠിച്ചപ്പോഴും ഒക്കെ എന്നെ പറഞ്ഞു, അസോസിയേഷനെ കുറിച്ച് പഠിച്ചപ്പോൾ രാഷ്ട്രത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഒരു വിപുലമാണ് അതിൻ്റെ പവറായാലും അധികാരമായാലും ഇൻഹെറൻ്റ് ആയാലും ഒക്കെ തന്നെ ദബിക്കും വൈഡ്ലി എക്സ്പാൻസീവാണ്. ഇറ്റ് ഈസ് വളരെയധികം വ്യാപിച്ചു കിടക്കുന്നൊരു കാര്യമാണ്. അല്ല, ഇറ്റ് ഈസ് ലാർജർ എൻറ്റിറ്റി ഇൻക്ലൂഡിങ് ഓൾ സിറ്റിസൺ. ഇതിലെല്ലാ സിറ്റിസനും പൗരന്മാരും ഒക്കെ ഇതിൻ്റെ അകത്ത് വരും. The government is relatively smaller unit. എന്നാൽ ഇതുമായിട്ട് നമ്മൾ സ്റ്റേറ്റുമായിട്ട് വി ഹാവ് ടു കമ്പയർ സ്റ്റേറ്റ് വിത്ത് ഈ സ്റ്റേറ്റിനെ നമുക്ക് ഗവൺമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് ബിക്കേം ഒരു നാരോയിഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു സ്മാളർ യൂണിറ്റഡ് ആണ്. സ്മാളർ യൂണിറ്റ് ദാറ്റ് ഇൻക്ലൂഡ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓൺലി ദോസ് ഹു ആർ എംപ്ലോയ്ഡ് ടു പെർഫോം ദ ഫങ്ഷൻ. എന്താ പറയുന്നത്, ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ലോയും റെഗുലേഷനും ഒക്കെ തന്നെ ഫങ്ഷൻസുകളാണ്, പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുന്നവൻ മാത്രമാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. പ്രവർത്തിക്കുന്നവൻ മാത്രമാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. പക്ഷേ ലോയും റെഗുലേഷൻസും ഇൻ ദ ഹാൻഡ് ഓഫ് സ്റ്റേറ്റ് ആണ്. അതാണ് വ്യത്യാസം. Those who are employed to perform its function, we are the citizen of the state. നമ്മളെല്ലാ പൗരന്മാരും ഈ സിറ്റിസൺ ഓഫ് ദ സ്റ്റേറ്റ്, ഈ സ്റ്റേറ്റിലെ പൗരന്മാരാണ്, സിറ്റിസൺസ് ആണ്, അല്ലെ, പൗരത്വമുള്ള ജനങ്ങളാണ്. വി ആർ ഓൾ സിറ്റിസൺ ഓഫ് ദ സ്റ്റേറ്റ്, ബട്ട് വി ആർ ആൾ നോട്ട് ഫങ്ഷണറീസ് ഓഫ് ദ ഗവൺമെൻറ്. പക്ഷെ നമ്മളെല്ലാവരും ഗവൺമെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ടോ? നെവർ, ഇല്ല. അപ്പോൾ സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് ഗവൺമെൻറ്റിലൂടെയാണ്. പക്ഷെ നമ്മളെല്ലാവരും ഈ രാഷ്ട്രത്തിലെ പൗരന്മാരാണെങ്കിലും ഞങ്ങളെല്ലാവരും ഈ ഗവൺമെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് Gardner writes, the government is an essential organ or agency of the state, but it is no more than the state itself, than the board of directors of the corporation is itself the corporation. അതായത് ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഒരു ഓർഗൻ എന്നോ ഒരു ഏജൻസി എന്നോ പറയാം, അല്ലേ. സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങളെ, സ്റ്റേറ്റിൻ്റെ ലോസിനെ നടപ്പിലാക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഫങ്ഷൻസുകൾ നടപ്പിലാക്കുന്നത് ആരിലൂടെയാണ്? ഗവൺമെൻറ്റിലൂടെയാണ്. അപ്പോൾ ദ ഗവൺമെൻറ് ഈസ് എൻ എസെൻഷ്യൽ ഓർഗൻ ഓർ ഏജൻസി ഓഫ് ദ സ്റ്റേറ്റ്, ബട്ട് ഇറ്റ് ഈസ് നോ മോർ ദാൻ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ്സിനെ പോലെയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ബട്ട് no more than the state itself, than the board of directors of corporation is itself in the corporation. Board of directors of corporation itself in corporation ആണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? ഗവൺമെൻറ് എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സജ്ജമാക്കാൻ സഹായിക്കുന്ന ഒരു അവയവമാണ്, ഇല്ലെങ്കിൽ എസെൻഷ്യൽ ഏജൻസിയാണ്. ബട്ട് ദ സ്റ്റേറ്റ് ഓഫ് ദ സ്റ്റേറ്റ്, ബട്ട് ഇറ്റ് ഈസ് നോ മോർ ദാൻ ദ സ്റ്റേറ്റ്. പക്ഷേ സ്റ്റേറ്റിനെ പോലെയാണോ, ബോർഡ് ഓഫ് ഡയറക്ടർ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല, ബട്ട് ഇറ്റ് ഈസ് മോർ ദാൻ ദ സ്റ്റേറ്റ് ഇറ്റ്സെൽഫ്. പക്ഷേ സ്റ്റേറ്റിനെ പോലെയല്ല. ദെൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കോർപ്പറേഷൻ, ബോർഡ് ഓഫ് ഡയറക്ടർ ഓഫ് കോർപ്പറേഷൻ ആണ് ഈസ് ഇറ്റ്സെൽഫ് ദ കോർപ്പറേഷൻ. ഇതൊരു കോർപ്പറേഷൻ ആണെന്ന് തന്നെ പറയാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ആരാണ്? അത് നമ്മുടെ സ്റ്റേറ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞു. സ്റ്റേറ്റ് ഈസ് എ ക്വൈറ്റ് അബ്സ്ട്രാക്റ്റ്, ഒരു അമൂർത്തമായിട്ടുള്ള ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് ഈസ് എ കോൺക്രീറ്റൈസേഷൻ. എന്താണ് ഈ കോൺക്രീറ്റൈസേഷൻ? മീൻസ് സ്പെസിഫിക്കേഷൻ, പ്രത്യേകപരമായിട്ടുള്ളതാണ്. ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ അല്ല ഗവൺമെൻറ്. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്വൈറ്റ് അബ്സ്ട്രാക്റ്റ് ഐഡിയ ആണ്. ബട്ട് ഗവൺമെൻറ് ഈസ് ദ കോൺക്രീറ്റൈസേഷൻ മീൻസ് സ്പെസിഫിക്കേഷൻ, പ്രത്യേകമായിട്ടുള്ളത് ഓഫ് ദ ഐഡിയ. ഒരു ആശയത്തെക്കുറിച്ച് ഒരു പ്രത്യേകപരമായിട്ടുള്ളൊരു ആശയമാണ് എന്ന് പറയുമ്പോൾ ഓഫ് ദ സ്റ്റേറ്റ്.
കോൺക്രീറ്റിസേഷൻ ഓഫ് ദ ഐഡിയ ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ കോൺക്രീറ്റിസേഷൻ ഐഡിയ ആണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. വി സി ദ ഗവൺമെൻറ് നോട്ട് ദ സ്റ്റേറ്റ്. വി സി ദ ഗവൺമെൻറ്, നമ്മൾ ഗവൺമെൻറ്റിനെ കണ്ടു, നോട്ട് ദ സ്റ്റേറ്റ്. എന്നുള്ളത് സ്റ്റേറ്റ്, ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്തല്ല, സ്റ്റേറ്റ് അല്ല, അത്തരത്തിലുള്ളൊരു പരമാധികാരി അല്ല ഗവൺമെൻറ്. സോ ദ സ്റ്റേറ്റ് ഈസ് നിയർ പെർമനൻറ്റ്. പക്ഷേ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നേരത്തെ തന്നെ നമ്മൾ പഠിച്ചു. ബട്ട് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഡൈ, ഇതിനൊരു മരണമുണ്ടോ? അൺലെസ് ആണോ? ഇല്ല. അൺലെസ് ഇറ്റ് ഈസ് അറ്റാക്ക്ഡ് ആൻഡ് മേഡ് ദ പാർട്ട് ഓഫ് അതർ സ്റ്റേറ്റ്. ഇതിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഡസ് നോട്ട് ഡൈ അൺലെസ് ഇറ്റ് ഈസ്, മറ്റൊരു രാഷ്ട്രം ഇതിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ, എന്നല്ലാതെ ഇതിനൊരു പ്രത്യേകിച്ചൊരു മരണമില്ല. മറ്റൊരു രാഷ്ട്രം ഇതിനെ പിടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അത് പറയാം. എന്നല്ലാതെ സ്റ്റേറ്റിനൊരു മരണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. is a part of other state. അല്ലേ? It is attacked and made a part of other state. The government is temporary. It is so because it is made changes. Today, rules may not be tomorrow rules. To put it in the other way, the state may be same everywhere, whereas the government may be vary from one state to another. India, United States, Great Britain, France, for example, all other states, but the government which work in these states may not be the same type. In India, Great Britain, there is a parliamentary government, but in the United States of America, where presidential government. അത് എടുത്ത് നിങ്ങൾ പഠിച്ചോണം. അതായത് നമ്മൾ ഇവിടുത്തെ എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഗവൺമെൻറ്റും സ്റ്റേറ്റും രണ്ട് അർത്ഥത്തിലാണ്. ഗവൺമെൻറ് പിന്നെ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥിരതയുള്ളതാണ്. ഗവൺമെൻറ് എന്ന് പറയുന്ന സ്ഥിരതയുള്ളതല്ല. കാര്യം ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പല പദ്ധതികളും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പം ഇന്ന് നടപ്പിലാക്കുന്ന പോളിസീസുകളല്ല അടുത്ത 2026 നമ്മൾ നടപ്പിലാണോ? അല്ല. അപ്പോൾ അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് പറയുന്നത്. ഗവൺമെൻറ് ഈസ് എ ടെമ്പററി. ഇറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് മേ ബി ചേഞ്ച്. ഇതിന് മാറ്റം വരും. അതായത് ടുഡേ റൂൾസ് നോട്ട് ടു ബി ടുമാറോ റൂൾ. ഇന്നത്തെ റൂളല്ല, നിയമമല്ല ഇപ്പം നാളെ നടപ്പിലാക്കാൻ പോകുന്നത്. ഇറ്റ് പുട്ട് ഇറ്റ് ടു ദ അതർ വേ, ദ സ്റ്റേറ്റ് മേ ബി ദ സെയിം എവരി. പക്ഷേ സ്റ്റേറ്റിന് യാതൊരു മാറ്റമില്ല, എപ്പോഴും ഒരുപോലെ ആയിരിക്കും. ഇനി പറയുകയാണെങ്കിൽ ദ ഗവൺമെൻറ് മേ ബി വെരി ഫ്രം, പക്ഷേ ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പിന്നെ ഇന്ത്യയുടെ പാർലമെൻ്ററി സിസ്റ്റം, ഇന്ത്യയിൽ പാർലമെൻ്ററി സിസ്റ്റമാണ്. ഗ്രേറ്റ് ബ്രിട്ടനിലാണെങ്കിലും പാർലമെൻ്ററി സിസ്റ്റമാണ്. പക്ഷേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ സംബന്ധിച്ചിടത്തോളം പ്രസിഡൻഷ്യൽ ഗവൺമെൻറ്റാണ്. ഇത്തരത്തിലുള്ള ചേഞ്ചുകൾ മാത്രമേ സ്റ്റേറ്റിന് സംഭവിക്കുന്നുള്ളൂ. ആ ഒരു മാറ്റം ഈ ഒരു ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മറ്റൊരു രാഷ്ട്രത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഇപ്പോൾ USA നിന്നും ഇന്ത്യയെ വ്യക്തമാക്കുന്നത് ഇന്ത്യ ഒരു പാർലമെൻ്ററി പരമാധികാരമുള്ള ഒരു രാഷ്ട്രമാണ്. ബട്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രസിഡൻഷ്യൽ ഗവൺമെൻറ്റാണ് അവിടെ ഉള്ളത്, പ്രസിഡൻഷ്യൽ ഗവൺമെൻറ്. ഇതൊക്കെയാണ് ചേഞ്ചസുകൾ എന്ന് പറയുന്നത്. പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇങ്ങനെയുള്ള ചേഞ്ചസുകൾ സംഭവിക്കാം. ഇത് ഗവൺമെൻറ്റിൻ്റെ പരമായിട്ടുള്ള ചേഞ്ചസുകളാണ്. പക്ഷേ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു രാഷ്ട്രം നമ്മളെ അറ്റാക്ക് ചെയ്ത് പിടിച്ചെടുക്കുമെങ്കിൽ, ഹാൻഡ് ഓവർ ചെയ്യുമെങ്കിൽ മാത്രമേ നമ്മളെ രാഷ്ട്രം നശിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മാറ്റം അവിടെ വരത്തുള്ളൂ. ഇല്ലാതെ അൻലെസ് ഇതിപ്പോൾ എപ്പോഴും ഒരു മരണമില്ലാത്ത ഒരു കോൺസെപ്റ്റാണ് രാഷ്ട്രമെന്ന് പറയുന്നത്. അപ്പോൾ പാർലമെൻ്ററി ഗവൺമെൻറ് ഈസ് എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് വെർ ദ ലെജിസ്ലേറ്റീവ് ഓർഗൻ ഓഫ് ദ ഗവൺമെൻറ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ എക്സിക്യൂട്ടീവ് ഓർഗൻ. ദ ക്യാബിനറ്റ് ഈസ് ടേക്കൺ ഫ്രം ദ ലെജിസ്ലേറ്റർ and it is responsible to it, especially to lower house of the legislature. ഇനി പാർലമെന്ററി ഗവൺമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈസ് എ സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. ഇത് ഗവൺമെന്റ് സിസ്റ്റമാണ്. പാർലമെന്ററി സിസ്റ്റം ഉണ്ട്. നമ്മളിവിടെ പറഞ്ഞില്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പാർലമെന്ററി ഗവൺമെന്റ് ആണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രസിഡൻഷ്യൽ ഗവൺമെന്റ് ആണ്. അപ്പോൾ പാർലമെന്ററി ഗവൺമെന്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് വെർ ദ ലെജിസ്ലേറ്റീവ് ഓർഗൻ ഓഫ് ദ ഗവൺമെന്റ് ഈസ്, ഇവിടുത്തെ ലെജിസ്ലേറ്റീവ് ഓർഗൻ ഉണ്ടല്ലോ, ലെജിസ്ലേറ്റീവ് ഓർഗൻ ഓഫ് ദ ഗവൺമെന്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ എക്സിക്യൂട്ടീവ്. നിയമനിർമ്മാണവും കാര്യനിർവഹണവും, അതാണ് നിയമനിർമ്മാണത്തെയാണ് ലെജിസ്ലേറ്റീവ് ഓർഗൻ എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഈസ് ക്ലോസ്ലി അസോസിയേറ്റ് വിത്ത് ദ കാര്യനിർവഹണവും നിയമനിർമ്മാണവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. എവിടെ? പാർലമെന്റിൽ. ദ ക്യാബിനറ്റ് ഈസ് ടേക്കൺ ഫ്രം ദ ലെജിസ്ലേഷൻ ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു. ക്യാബിനറ്റ് ഈസ് ടേക്കൺ ഫ്രം ദ നിയമനിർമ്മാണത്തെ സ്വീകരിക്കുന്ന ക്യാബിനറ്റാണ്. ക്യാബിനറ്റാണ് നിയമനിർമ്മാണത്തിനെ സ്വീകരിക്കുന്നത്. അപ്പോൾ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് എന്തിലൂടെയാണ്? ക്യാബിനറ്റ്. ദ ക്യാബിനറ്റ് ഈസ് ടേക്കൺ ഫ്രം ദ ലെജിസ്ലേറ്റർ ആൻഡ് ഇറ്റ് റെസ്പോൺസിബിൾ ടു ഇറ്റ്. അപ്പോൾ ക്യാബിനറ്റാണ് നിയമനിർമ്മാണം നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം ക്യാബിനറ്റിനാണ്. ഇതാണ് പാർലമെന്ററി. ഇറ്റ് ഈസ് എസ്പെഷ്യലി ടു ദ ലോവർ ഹൗസ് ഓഫ് ദ, പ്രത്യേകിച്ചും അപ്പർ ഹൗസും ലോവർ ഹൗസും ഉണ്ടോ? അല്ലല്ലോ, രാജ്യസഭയും ലോക്സഭയും. അപ്പോൾ ലോവർ ഹൗസ് എന്ന് പറയുന്നത് ഏതാണ്? ലോവർ ഹൗസ് ഓഫ് ദ ലെജിസ്ലേറ്റീവ്സ് നമ്മുടെ എന്താണ്? ലോക്സഭയാണ്. ഇതാണ് പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. ഇതാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ കാര്യനിർവഹണവും നിയമനിർമ്മാണവും, അതാണ് എക്സിക്യൂട്ടീവ് ഓർഗനും ലെജിസ്ലേറ്റീവ് ഓർഗനും. ഇതൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്റേഴ്സിൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു പോകും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇവിടെ പഠിക്കാനായിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ. ദെൻ ഇനി നമുക്ക് നോക്കാം, കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പാർട്ടുകൾ കൂടി ഇവിടെ ഉണ്ട്. ദ സോവറിൻ പവർ ലേ വിത്ത് ദ സ്റ്റേറ്റ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് വേർ ദ സോവറിൻ, ദ ഗവൺമെന്റ് ഓൺലി എക്സസൈസ് പവർ. ദ ഗവൺമെന്റ് പവർ വാസ് ഡെലിഗേറ്റഡ് ആൻഡ്
ഡെറിവേറ്റീവ്, സ്റ്റേറ്റ് പവർ ആർ റിയൽ ആൻഡ് ഒറിജിനൽ. ഇനി നാം പറഞ്ഞു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം സോവർണിറ്റി പവർ ഉണ്ട്, പരമാധികാര രാഷ്ട്രമാണ്. രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് ആ പരമാധികാരം ഇല്ല. അത് നിങ്ങൾക്ക് മനസ്സിലായി. ദ ഗവൺമെന്റ് ഓൺലി എക്സസൈസ് ദ പവർ. ഗവൺമെന്റ് ആ പവറിനെ എക്സസൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, പ്രവർത്തിപ്പിക്കാൻ ഫങ്ഷൻ ചെയ്യാൻ സഹായിക്കുന്നേ ഉള്ളൂ. ദ ഗവൺമെന്റ് പവർ ആസ് ഡെലിഗേറ്റഡ് ആൻഡ് ഡിറൈവേറ്റീവ്. ദ സ്റ്റേറ്റ് പവർ ഹാസ് റിയൽ. ഡെലിഗേറ്റീവ് ആണ്, ഡെറിവേറ്റീവ് ആണ്, അല്ലെ, മാറ്റത്തിന് സംഭവിക്കാം. ഡെലിഗേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്ത് പോവാം. ഡെറിവേറ്റീവുമാണ്, ഉത്ഭവിച്ചിട്ടുള്ളതാണ്. എന്തല്ല സ്റ്റേറ്റിന്റെ പവർ എന്ന് പറയുന്നത് ഒറിജിനലാണ്. ഒരു റിയലുമാണ്, ഒറിജിനലുമാണ്. പക്ഷേ ഗവൺമെന്റിന്റെ പവർ എങ്ങനെയുള്ളതല്ല, റിയലും ഒറിജിനലും അല്ല. ഡെലിഗേറ്റഡ് ആണ്, ഡെലിഗേറ്റഡ് ആൻഡ് ആൾസോ ഡെറിവേറ്റീവുമാണ് നമ്മുടെ ഗവൺമെന്റിന്റെ പവർ. Okay, the opposition of the state is different from the opposition of the government. In the state in the opposition alla government in the opposition. We criticize the government, we never condemn the state. നമ്മൾ ഗവൺമെന്റിനെ എപ്പോഴും ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കും, എതിർവാദഗതികൾ ഗവൺമെന്റിന് കൊടുക്കും. ഗവൺമെന്റ് നടപ്പിലാക്കുന്ന എല്ലാ പരിപാടികളും ശരിയുള്ളതല്ല, ഗവൺമെന്റിന്റെ പോളിസികളൊന്നുമല്ല, വിലക്കയറ്റം കൂടി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കെതിരെ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രൈക്കുകളും മറ്റുമൊക്കെ ആസൂത്രണം ചെയ്യും, നമ്മുടെ നാഷണൽ പാർട്ടീസുകളും മറ്റും. പക്ഷെ നമ്മൾ സ്റ്റേറ്റിനെ എതിർത്തുകൊണ്ട് സംസാരിക്കും, ബദൽ അഭിപ്രായങ്ങൾ വരുമോ? ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നോക്കേ, വി ക്രിട്ടിസൈസ് ദ ഗവൺമെന്റ്. ഗവൺമെന്റിനെ ഇങ്ങനെ തുടർച്ചയായിട്ട് പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും. പക്ഷേ വി നെവർ കണ്ടം ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിനെ നമ്മൾ അങ്ങനെ ഒപ്പോസിഷൻ ചെയ്യൂ? ഇല്ല, ചെയ്യത്തില്ല. ദ ക്രിറ്റിസിസം ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ദ റിവോൾട്ട്. ദ സ്റ്റേറ്റിനെതിരെയുള്ള ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിവോൾട്ട് ചെയ്യണം, വിപ്ലവം നടത്തണം. ഓക്കെ, the criticism of the government is not a rebellion. പക്ഷേ ഗവൺമെന്റിനെ ക്രിറ്റിസിസം ചെയ്യുന്നു വെച്ചാൽ നമ്മൾ യുദ്ധം ചെയ്ത് നേടിയെടുക്കണോ? വേണ്ട. ഓക്കെ, we would never hear from the Indian and India is a bad, but we would usually hear the policies of the Indian government headed by the political party or multitude of the political parties are bad. It is a crime to condemn. So on state it is the duty, in fact it is the right of criticism on of government. അതായത് പറയുന്നത് വെച്ചാൽ നമ്മൾ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പല പദ്ധതികളെയും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നമ്മൾ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് നമുക്ക് അവകാശമുണ്ട് ആസ് എ പബ്ലിക്, ജനങ്ങൾ എന്നുള്ള നിലയിൽ. പക്ഷേ സ്റ്റേറ്റിനെ നമുക്ക് നശിപ്പിക്കണമെങ്കിൽ ഒരു രാഷ്ട്രം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു രാഷ്ട്രം, ഇപ്പോൾ ബ്രിട്ടൻ്റെ അധീനതയിലായിരുന്നു അല്ലെ, നമ്മൾ സുപ്രമസി ഓഫ് ബ്രിട്ടനിൽ എത്രയോ വർഷത്തോളം. അങ്ങനെ ബ്രിട്ടൻ്റെ അധീനതയിലായ കാലഘട്ടത്തിൽ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിത്തീർന്നു? അവിടെ നമുക്ക് ആ റെബല്യനിലൂടെ അവർ പിടിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. എന്നല്ലാതെ നമ്മളെ ഒരു സ്റ്റേറ്റിനെ നമുക്ക് നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവനെ ക്രിട്ടിസൈസ് ചെയ്യാനോ ഒപ്പോസിഷൻ ചെയ്യാനോ നമുക്ക് സാധ്യമാകുകയില്ല. അത് റെബല്യനിലൂടെ മാത്രമേ കഴിയുള്ളൂ എന്നും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അതാണ് ദ ഗവൺമെന്റ് ഈസ് മിയർലി ആൻ എലമെന്റ് ഓഫ് ദ സ്റ്റേറ്റ്. ഗവൺമെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ വൺ ഓഫ് ദ എലമെന്റ്, ഒരു എലമെന്റ്, ഒരു ഘടകം മാത്രമാണ്, അല്ലാതെ പൂർണ്ണമാണ്. അതാണ് ഇറ്റ് ഈസ് എ സ്മോളർ യൂണിറ്റ് ആൻഡ് ദ സ്റ്റേറ്റ് ഈസ് എ ലാർജർ യൂണിറ്റ്. ആൻഡ് അക്കോർഡിംഗ്ലി ഇറ്റ് ഈസ് വൺ ഓഫ് ദ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റിൻ്റെ only one part is government. Okay, it's a part of all the state. As the part of government is not a greater than the all. അതായത് is only one part that is not a greater part of the states ആളു. അത് സ്റ്റേറ്റിനെ പോലെ വലുതാണോ? അല്ല. When we talk the state, we talk of the population, we definite territory, the government and sovereignty. But when we talk of the government, we talk of one part of the one element of the state. നമ്മളിപ്പോൾ സ്റ്റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ഉണ്ട്, ജനങ്ങളുണ്ട്, സോവർണിറ്റി ഉണ്ട്, പരമാധികാരം, ജനങ്ങൾ, സൊസൈറ്റി എല്ലാം ഉണ്ട്. That is why we can say that state is a larger unit. But why we can say that your government is a smaller unit, government ഒരു smaller unit എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നതിൻ്റെ കാര്യം എന്താ? Because when we talk the state with the talk of population, നമ്മൾ talk of populationനെ കുറിച്ച് പറയും, ജനസംഖ്യയെക്കുറിച്ച് പറയും. വി ഡെഫിനിറ്റ് ടെറിറ്ററി, നമുക്ക് കുറച്ച് ടെറിറ്ററി ഉണ്ട്, ഭൂപ്രദേശങ്ങളുണ്ട്, ഗവൺമെന്റ് ഉണ്ട്, സോവർണിറ്റി, ഇതെല്ലാം കൂടി എവറിത്തിങ് ദാറ്റ് ഓൾ ദീസ് എലമെന്റ്സ് ആർ ഇൻക്ലൂഡിങ് ഇസ് എ പാർട്ട് ഓഫ് യുവർ സ്റ്റേറ്റ്. But that is why your state is a larger unit, is a wide area always. So the state territory is always a definite territory. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റിന്റെ ഭൂപ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം is a permanent, is a definite territory എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. It remains unchanged. ഇതിന് മാറ്റം വരുമോ? നെവർ. ഇതിനൊരു മാറ്റം ഒന്നും വരത്തില്ല. The boundaries remain where they are. ഇവിടെ boundaries became permanent ആണ്. Boundaries cannot change. അതിൻ്റെ ഭൂപ്രദേശങ്ങൾക്ക് അതിർവരമ്പുകൾക്ക് ചേഞ്ചസ് സംഭവിക്കുന്നില്ല.
ഓക്കെ, ദ ഗവൺമെന്റ് ടെറിട്ടറി ഈസ് നെവർ പെർമനന്റ്. പക്ഷെ ഗവൺമെന്റിന്റെ ടെറിട്ടറി പെർമനന്റ് ആണോ? നെവർ അല്ല. മുഹമ്മദ് തുഗ്ലക് ഹാഡ് ചേഞ്ച് its capital to place and called Daulatabad. Many government had changed its capital to London during the World War II. ഫിയറിംഗ് ദ ജർമ്മൻ അറ്റാക്ക്. അതായത് നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തൻ്റെ ഭരണ സൗകര്യാർത്ഥം തൻ്റെ ക്യാപിറ്റൽ ഇങ്ങനെ ചേഞ്ച് ചെയ്തു അല്ലേ. അദ്ദേഹം എങ്ങോട്ടാണ് ചേഞ്ച് ചെയ്ത്? ക്യാപിറ്റൽ പ്ലേസ് ഫ്രം ദൗലത്താബാദിലേക്ക് ചേഞ്ച് ചെയ്തു. തിരിച്ചവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോയി തിരിച്ച് ദൗലത്താബാദിൽ വന്നു. അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരുന്നു എന്നാണ് പറഞ്ഞത്. ഇതുപോലെ മെനി ഗവൺമെന്റ് ഒരുപാട് ഗവൺമെന്റ് ഹാഡ് ചേഞ്ച് ദയർ ക്യാപിറ്റൽ. ലണ്ടനിൽ നിന്ന്, അതായത് ഡ്യൂറിങ് ദ ടൈം ഓഫ് ദ വേൾഡ് വാർ സെക്കൻഡിൽ ജർമ്മനിയെ ഭയന്നിട്ട് അവർ ഓരോ ക്യാപിറ്റലൊക്കെ മാറ്റിക്കൊണ്ട് പോയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗവൺമെന്റ് ഒരു പെർമനന്റ് അല്ല, ചേഞ്ച് ദ പ്ലേസ് ടു പ്ലേസ്. പക്ഷെ സ്റ്റേറ്റ് ടെറിട്ടറി എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആണ്, പെർമനന്റ് ആണ്. ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ എന്താണ് സ്റ്റേറ്റ് എന്നും എന്താണ് ഗവൺമെന്റ് എന്നും യു ഗെറ്റ് എൻ ഐഡിയ. നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടില്ലേ? ഓക്കെ. ഇനി നോക്കൂ, ദ സ്റ്റേറ്റ് ആൻഡ് നാഷൻ. ഇനി ദർ ഇസ് എ ഡിഫറൻഷിയേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് നാഷൻ. ഈ സ്റ്റേറ്റും നമ്മുടെ രാഷ്ട്രവും ദേശവും തമ്മിലുള്ള ആ നാഷനും സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ആൻഡ് നാഷൻ. By nation, as you know, we man historically constituted stable community of the people formed on the basis of common language, territory, economic life and physiological makeup manifested in the common culture. അപ്പോൾ നമ്മൾ ഇനി പറയുകയാണെങ്കിൽ ദ നാഷൻ ഒരു ദേശീയത, നാഷണാലിറ്റി, നാഷൻ, ദേശം അല്ലേ. കുറച്ച് ഒരു നാഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കലി ചരിത്രപരമായി കോൺസ്റ്റിറ്റ്യൂട്ട് ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റി, ഒരു പ്രത്യേക സമുദായങ്ങളുണ്ട്, മതമുണ്ട്, ആചാരങ്ങൾ, ഒരു കോമൺ ആയിട്ടുള്ള ഭാഷയുണ്ട്. നമുക്കെല്ലാവരും കോമൺ ആയിട്ടുള്ള ഒരു ഭാഷയില്ലേ ഇന്ത്യയിൽ? യുവർ ഒഫീഷ്യൽ ലാംഗ്വേജ് ബിക്കെയിം ഹിന്ദി അല്ലേ. പിന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭൂപ്രദേശമുണ്ട്, എക്കണോമിക്കലായിട്ടുള്ള ലൈഫുണ്ട്, ഫിസിയോളജിക്കലായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ചില മാനിഫെസ്റ്റേഷൻസുകളൊക്കെ ഉണ്ട് ദേശത്തെ സംബന്ധിച്ചിടത്തോളം. ഒരു പൊതുവായിട്ടുള്ളൊരു സംസ്കാരം, പൊതുവായിട്ടുള്ളൊരു ഭാഷയും ഒക്കെ തന്നെ നമുക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തതകൾക്കിടയിലും ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിവിധ സംസ്ഥാനങ്ങളുണ്ട്. ഈ വിവിധ സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായ ഭാഷയും വ്യത്യസ്തമായ ആചാരങ്ങളും വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ ആണ് എങ്കിലും നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു യൂണിറ്റി ഉണ്ട്. വി ഹാവ് എ കോമൺ യൂണിറ്റി ഉണ്ട് നമുക്ക് അല്ലെ. ഒരു അഖണ്ഡത, ഒരു ഐക്യത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാം. ആ അർത്ഥത്തിലാണ് ബ്ലിസ്റ്റ്ൽ സേസ് ദാറ്റ്. ഒരു ബ്ലിസ്റ്റ്ൽസ് നാഷനെ കുറിച്ചിട്ട് അദ്ദേഹം ഒരു മോസ്റ്റ് എമിനൻറ്റ്, മോസ്റ്റ് പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ തിങ്കർ ആയിരുന്നു ബ്ലിസ്റ്റ്ൽ എന്നവർ. അദ്ദേഹം പറഞ്ഞു, ഈസ് എ യൂണിയൻ ഓഫ് മാസസ് ഓഫ് മാൻ ബോണ്ട് ടുഗദർ സ്പെഷ്യലി ബൈ ലാംഗ്വേജ്, കസ്റ്റംസ് ഇൻ ദ കോമൺ സിവിലൈസേഷൻ വിച്ച് ഗീവ് ദം എ സെൻസ് ഓഫ് യൂണിറ്റി. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തതകൾക്കിടയിലും ഒരു യൂണിറ്റി നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നുവെങ്കിൽ അപ്പോൾ അതിനെയാണ് നമ്മൾ ആ യൂണിറ്റി, ആ ദേശം എന്നത്, യൂണിറ്റി ഇസ് ദ സ്ട്രെങ്ത്, അല്ലെങ്കിൽ യൂണിറ്റി എന്നതുകൊണ്ട് ദേശീയത, ഐക്യം, അഖണ്ഡത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദി യൂണിയൻ ഓഫ് മാസസ്, ഇവിടെ ഒരു കൂട്ടം മാസസ്, ജനങ്ങളുടെ ഒരു കൂട്ടമാണ്. യൂണിയൻ ഓഫ് മാസസ് ഓഫ് മാൻ ബോണ്ട് ടുഗദർ, ദേ ബിക്കേം ബോണ്ട് ടുഗദർ, അവരെ കൂട്ടിയിണക്കുന്ന ഒരു ഘടകം എന്താ? സ്പെഷ്യലി ദ ലാംഗ്വേജ്, ചിലപ്പം ഭാഷയായിക്കൊള്ളട്ടെ, അതിൻ്റെ കസ്റ്റംസ്, ആചാരങ്ങളായിക്കൊള്ളട്ടെ, ഇതിൻ്റെ കോമൺ സിവിലൈസേഷൻ, പൊതുവായിട്ടുള്ളൊരു സംസ്കാരമായിക്കൊള്ളട്ടെ, വിച്ച് ഗീവ് ദം ദ സെൻസ് ഓഫ്. അപ്പോൾ അത്തരത്തിലുള്ള സംസ്കാരവും സിവിലൈസേഷനും ആചാരങ്ങളും മര്യാദകളും ഒക്കെ തന്നെ അവർക്കൊരു കോമൺ സെൻസ് ഓഫ് യൂണിറ്റി തരുന്നുവെങ്കിൽ ദാറ്റ് മീൻസ് അതിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, അതിനെയാണ് നാഷൻ എന്നതുകൊണ്ട് ബ്ലിസ്റ്റ്ൽ അർത്ഥമാക്കിയത്. നാഷൻ ഈസ് എ കൾച്ചറലി ഹോമോജീനിയസ് സോഷ്യൽ ഗ്രൂപ്പ്. കൾച്ചറലി ഒരു ഹോമോജീനിയസ് സോഷ്യൽ ഗ്രൂപ്പാണ് നാഷനെ കുറിച്ച് പറയുന്നത്. ഓക്കെ. ഇനി സ്റ്റേറ്റ് ഈസ് ആൾവേസ് വി നോ ദാറ്റ് പീപ്പിൾ ഓർഗനൈസ്ഡ് ലോ ഇൻ ദ ഡെഫിനിറ്റ് ടെറിട്ടറി. നമുക്ക് സ്റ്റേറ്റിനെ കുറിച്ച് ഓൾറെഡി നമുക്കറിയാം. അവിടെ എന്താ പറയുന്നത്? ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ടെറിട്ടറി ഉണ്ട്, പെർമനൻ്റ് ആയിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ട്, ഒരു എന്താ പറയുന്നത് പീപ്പിളാണ്, ജനങ്ങളാണ് ഓർഗനൈസ് ചെയ്തത്. ഇറ്റ് ഈസ് ഓൾവേസ് ഓവറിൻ സുപ്രീം ഇന്റേണൽ ആൻഡ് ഇൻഡിപെൻഡന്റ് എക്സ്റ്റേണലി. എങ്ങനെയുള്ളതാണ്? സോവർണിറ്റി ഉണ്ട്, പരമാധികാരം സുപ്രീം ഇന്റേണലി, അതായത് സോവർണിറ്റി, സുപ്രീം പവർ ഇന്റേണലി ഉണ്ട്, ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. പുറമേ നിന്ന് നോക്കുവാണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണ്, അകവേ നിന്ന് നോക്കുവാണെങ്കിൽ സുപ്രീം പവർ ഉള്ളതാണ് നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദ നാഷണലിസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ദേശം എന്ന് പറയുന്നത് ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെ, ഒരു കൂട്ടം ജനങ്ങൾ, ദ മാസ് ഓഫ് പീപ്പിൾ, ദ ബോണ്ട് വിത്ത് ഈച്ച് അതർ, വിത്ത് ദർ കോമൺ ലാംഗ്വേജ്, ദർ കൾച്ചർ എക്സെട്ര.
ഓക്കെ, ദ നാഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇത് ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടം ജനങ്ങളുടെ ഒരു കൂട്ടായ്മ, ഒരു സഹകരണം, ഒത്തൊരുമ, ഇതിനെയാണ് ദേശം, നാഷൻ എന്ന് പറയുന്നത്. നാഷൻ ഈസ് ഓൾവേസ് എ യൂണിറ്റി. സൈക്കോളജിക്കലി ബോണ്ട് ടുഗദർ വിൽ ദർ ഷെയറിങ് കോമൺ. പിന്നെ ഒരു ദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബോണ്ട് ടുഗദർ, അവർക്കൊരു ഒത്തൊരുമയുണ്ട്, ഒരു ഐക്യമുണ്ട് എന്ന് പറയുന്നത്. അത് സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രപരമായിട്ട് ഒരു വൈകാരിക തലത്തിലൂടെ സൈക്കോളജിക്കൽ ബോണ്ട് ടുഗദർ വിൽ ഷെയറിങ് കോമൺ ജോയ്. ആൻഡ് അപ്പോൾ അവരുടെ കോമൺ ആയിട്ടുള്ള സന്തോഷമാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കും. കോമൺ ആയിട്ടുള്ള ദുഃഖമാണെങ്കിൽ എല്ലാവർക്കും പൊതുവായിട്ടുള്ള, ഇപ്പോൾ ഒരു കാർഗിൽ നമ്മൾ ഒരുപാട് പേര് മരണപ്പെട്ടു കാർഗിൽ യുദ്ധത്തിൽ, അത് ഇന്ത്യക്കാർക്ക് മൊത്തത്തിലുള്ളൊരു ദുഃഖമായിട്ട് നമ്മൾ ഏറ്റെടുത്തു. ഇപ്പം നമ്മൾ നാഷണൽ വേർഡായിട്ട് നമ്മൾ ഒരുപാട് സെലിബ്രേഷൻ, രാഖി ഫെസ്റ്റിവൽ, ഓണം ഫെസ്റ്റിവൽ, അപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള അല്ലേ, ഇപ്പോൾ കേരളം എന്ന് മാത്രമല്ല എല്ലാവരും ആൾക്കാരും, ഇപ്പോൾ ഈദ് നമുക്കെടുക്കാം, ഇപ്പോൾ എന്താ പറയുന്നത് ക്രിസ്മസ്, ഇത്തരത്തിലുള്ള സെലിബ്രേഷൻസ് എല്ലാം എല്ലാവരും തന്നെ നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം, ഇതൊക്കെയാണ് സൈക്കോളജിക്കലി ബോണ്ട് ടുഗദർ വിൽ ഷെയർ ഇൻ ദ കോമൺ ജോയ് ആൻഡ് സോറോ. ദ ഡിസ്റ്റൻഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് നാഷൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് അണ്ടർ. ഇനി നമ്മൾ ഇവ തമ്മിലുള്ള ആ ഡിസ്റ്റൻഷനെയാണ് നമ്മൾ ഇന്ന് ഈ ഭാഗത്തൂടെ പഠിച്ചു പോകുന്നത്. എന്തൊക്കെയാണ് ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം? ദ നാഷൻ ആൻഡ് സ്റ്റേറ്റ് ആർ ഡിസ്റ്റിങ്ക്ട് എൻറ്റിറ്റീസ്. നാഷൻ മേ നോട്ട് ബി ഓൾവേസ് സ്റ്റേറ്റ്. ദേശം എന്ന് പറയുന്ന, നാഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണോ? അല്ല. ഇന്ത്യ ഹാസ് നോട്ട് എ സ്റ്റേറ്റ് ബിഫോർ ഓഗസ്റ്റ്. ഇന്ത്യ ഒരു സ്റ്റേറ്റ് ആയിരുന്നോ ബിഫോർ 1947? No, because India was under the control of the power of colonialization. India became before 1947 India became under the colonialization power of in the hand of British. ബ്രിട്ടൻ്റെ കീഴിലായിരുന്നില്ല ഇന്ത്യ, ഒരു കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ആഫ്റ്റർ 1947 we get an independence from the Britain and then we have state. അപ്പോൾ ആഫ്റ്റർ ഇന്ത്യ 1947 ഇന്ത്യ became a state. ഇന്ത്യ ഒരു ദേശരാഷ്ട്രമായി മാറിയത് ആഫ്റ്റർ 1947 മനസ്സിലായല്ലോ. ദ സ്റ്റേറ്റ് നോട്ട് ബി ഓൾവേസ് എ നാഷൻ. സ്റ്റേറ്റ് ഒരിക്കലും നാഷൻ ആവുമെന്ന് ചോദിക്കുമ്പോൾ ആകുമോ? ഇല്ല. ഓസ്ട്രിയ ഹംഗറി വാസ് സ്റ്റേറ്റ് ബട്ട് നോട്ട് എ നാഷൻ. ഓസ്ട്രിയ ഹംഗറിയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ബിക്കോസ് യു ഹാവ് ടു, നിങ്ങളിതെല്ലാം തന്നെ എന്താ പറയുക, നിങ്ങളുടെ ഹിസ്റ്ററിയിൽ വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറൊക്കെ പഠിക്കുന്ന സമയത്ത് ഓസ്ട്രിയ ഹംഗറിയൊക്കെ കുറിച്ച് പഠിക്കും. അപ്പോൾ ഈ ഓസ്ട്രിയ ഹംഗറി വാസ് അതൊക്കെ സ്റ്റേറ്റാണ് ബട്ട് നോട്ട് എ നാഷൻ. അത് എന്തല്ല, നാഷനായി മാറിയില്ല എന്ന് വരെ, ബിഫോർ വേൾഡ് വാർ ഫസ്റ്റിന് മുമ്പ് വരെ. അതിനുശേഷമോ അത് സ്റ്റേറ്റായി മാറി അല്ലേ. ഹംഗറി വാസ് സ്റ്റേറ്റ് ആയിരുന്നു ബട്ട് നോട്ട് എ നാഷൻ അല്ലായിരുന്നു ബിഫോർ വേൾഡ് വാർ ഫസ്റ്റിന് ശേഷം. ബിക്കോസ് ഹെട്രോജിനിയസ് പീപ്പിൾ ഡിഡ് നോട്ട് ഫോം ദ കൾച്ചറലി ഹോമോജിനിയസ് പീപ്പിൾ. ഹെട്രോജിനിയസ് പീപ്പിൾ ആയിരുന്നു, ഒരു ഹോമോജിനിയസ് പീപ്പിളായിട്ട് അവർ മാറിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ എക്സാമ്പിളുകളാണ് കേട്ടോ. ദ സ്റ്റേറ്റ് ഈസ് എ സ്റ്റേറ്റ് ബിക്കോസ് ഇറ്റ്സ് എ സോവറൻ. സ്റ്റേറ്റ് എപ്പോഴും സ്റ്റേറ്റ് ആണ് ബിക്കോസ് ഇതൊരു പരമാധികാരമായിട്ടുള്ള രാഷ്ട്രമാണ്. The nation is not a state, it is not a sovereign. Nation ഒരു സ്റ്റേറ്റ് അല്ല, ഇതിന് പരമാധികാരമില്ല. Sovereignty is a chief characteristics of the state, is not a feature of the nation. Nation become the national state when the nation attain statehood. So പരമാധികാരമാണ് ഒരു രാഷ്ട്രത്തെ പിടിച്ചു നിർത്തുന്ന ഘടകം. പക്ഷേ ഇനി നാഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാഷന് സോവർണിറ്റി ഇല്ല. ഇതാണ് ഏറ്റവും പരമാധികാരം ആർക്കില്ല, നാഷനില്ല. ഇതാണ് ഇവർ തമ്മിലുള്ള വളരെ വലിയൊരു വ്യത്യാസം. സോവർണിറ്റി ഈസ് എ ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സ്റ്റേറ്റ്, ഇറ്റ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ദ നാഷൻ. നാഷൻ ബിക്കെയിം നാഷണൽ സ്റ്റേറ്റ്. നാഷൻ ഒരു നാഷൻ സ്റ്റേറ്റ് അങ്ങനെയല്ലേ നമ്മൾ പറയത്തുള്ളൂ. ഓക്കെ, സ്റ്റേറ്റ് ഈസ് എ പൊളിറ്റിക്കൽ കോൺസെപ്റ്റ് വെർ ദ നാഷൻ ഈസ് എ കൾച്ചർ. സ്റ്റേറ്റ് ഒരു രാഷ്ട്രീയമായ കോൺസെപ്റ്റാണ്. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇസ് എൻ സൈക്കോളജിക്കൽ ബോണ്ട് ടുഗദർ വിത്ത് യുവർ ഇമോഷൻസ് ആൻഡ് സോറോസ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ അടുപ്പങ്ങളും നമ്മുടെ സൗഹൃദം, നമ്മുടെ വൈകാരികതാവസ്ഥ, ഇതൊക്കെയാണ് ഇതിനെ പിടിച്ചു നിർത്തുന്നത് എവിടെ, നാഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സ്റ്റേറ്റ് ഈസ് എ സ്റ്റേറ്റ് ബിക്കോസ് സോവറിൻ. ഇനി സ്റ്റേറ്റ് ഈസ് എ പൊളിറ്റിക്കൽ കോൺസെപ്റ്റ്, വെൽ നാഷൻ ഈസ് എ കൾച്ചറൽ കോൺസെപ്റ്റ്. നാഷൻ എന്ന് പറയുന്ന ഒരു സാംസ്കാരികപരമായ ആശയമാണ്. സൈക്കോളജിക്കൽ ബോഡി, ഇതൊരു സൈക്കോളജിക്കൽ ബോഡിയാണ് നാഷൻ. അതായത് ഹേസ് സേവ് ദാറ്റ്. ഇനി ഹേസിൻ്റെ അഭിപ്രായത്തിൽ, ഹേസ് ഒരു പൊളിറ്റിക്കൽ തിങ്കർ ആയിരുന്നു, അദ്ദേഹം പറഞ്ഞു നാഷൻ ഈസ് പ്രൈമർലി കൾച്ചർ ആൻഡ് നോട്ട് ഓൺലി ഇൻസിഡൻ്റലി പൊളിറ്റിക്കൽ. നാഷൻ എന്ന് പറയുന്നത് പ്രൈമർലി ഒരു കൾച്ചർ, ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, ആൻഡ് ഓൺലി ഇൻസിഡൻ്റലി പൊളിറ്റിക്കൽ. സം ഇൻസിഡൻ്റലി, ചില സംഭവങ്ങളിൽ മാത്രമേ അത് പൊളിറ്റിക്സ് ആവത്തുള്ളൂ, പൊളിറ്റിക്കൽ. വാട്ട് ഇറ്റ് മീൻസ്, ഇറ്റ് ഈസ് ദാറ്റ് നാഷൻ ഈസ് നോട്ട് എ പൊളിറ്റിക്കൽ. അത് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഇതൊരു പൊളിറ്റിക്കൽ കോൺസെപ്റ്റേ അല്ല, ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടേ അല്ല. എന്ത് രാഷ്ട്രം, സ്റ്റേറ്റ് അല്ല, നാഷൻ ഒരു പൊളിറ്റിക്കൽ കോൺസെപ്റ്റ് ഇല്ല. ഇറ്റ് ഈസ് ഓൺലി എ സ്പിരിച്വൽ, യുവർ ഇമോഷൻ, യുവർ സൈക്കോളജിക്കൽ, മനഃശാസ്ത്രപരമായിട്ടുള്ള ചില ആശയം. ഓക്കെ, ദാറ്റ് ഓക്കെ. ലോ ബൈൻഡ് ദ പീപ്പിൾ ടുഗദർ ടു സ്റ്റേറ്റ്. ലോ ആണ് ബൈൻഡ് ചെയ്തിരുന്ന പീപ്പിൾ ടുഗദർ ഇൻ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഇമോഷൻസ് ബൈൻഡ് ദ പീപ്പിൾ ഇൻ ദ സ്റ്റേറ്റ്. ഇനി ഇവിടെ നിയമങ്ങളാണ് ജനങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം രാഷ്ട്രത്തിൽ.
ലോ ബൈൻഡ് ദ പീപ്പിൾ ടുഗദർ. അതനുസരിച്ചാണ് രാഷ്ട്രത്തിൽ ജനങ്ങൾ ജീവിക്കുന്നത്. ലോ ബൈൻഡ് ദ പീപ്പിൾ ടുഗദർ ഇൻ ദ സ്റ്റേറ്റ്. സെന്റിമെന്റ്സ് ആൻഡ് ഇമോഷൻസ് ബൈൻഡ് ദ പീപ്പിൾ. ഇന്ന് ദേശത്തിലെ നാഷനിലെ ജനങ്ങളെ പിടിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്ന സെന്റിമെന്റ്സ്, സൈക്കോളജിക്കൽ ഇമോഷൻസ്, ദുഃഖം, വൈകാരികത, സന്തോഷം, ഇവയൊക്കെയാണ്. ദാറ്റ് ഈസ് വൈ ഹേ is a political famous eminent thinker say that nation is always മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ആശയമാണ്, ഇതൊരു രാഷ്ട്രീയ ആശയമല്ല. ഓക്കെ, the unity of the state is always external, the unity of the nation is internal. സ്റ്റേറ്റിൻ്റെ യൂണിറ്റി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടാണ്, പുറമേ ഉള്ളതാണ്. യൂണിറ്റിൻ്റെ, ദേശത്തിൻ്റെ, നാഷൻ്റെ യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇന്റേണൽ ആയിട്ടുള്ളതാണ്, വ്യക്തിപരമാണ്, മനഃശാസ്ത്രപരമാണ്. ഇൻ ദ കേസ് ഓഫ് ദ സ്റ്റേറ്റ് യൂണിറ്റി ഈസ് ഇമ്പോസ്ഡ്. ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ദ കേസ് യൂണിറ്റി ഈസ് ഇമ്പോസ് ചെയ്യുന്നതാണ്. നമ്മൾ വേണമെന്ന് പറഞ്ഞ് ഇമ്പോസ് ചെയ്യുന്നതാണ്, വേണമെന്ന് പറഞ്ഞ് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതാണ്. ഇറ്റ് കം ഫ്രം ദ അബോവ് ദ ത്രോ ദ ലോ. നിയമങ്ങളിലൂടെ നമ്മൾ അടിച്ചേൽപ്പിച്ചെങ്കിൽ മാത്രമേ ജനങ്ങൾ നിയമത്തെ പാലിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇൻ ദ കേസ് ഓഫ് ദ നാഷൻ യൂണിറ്റി കം ഫ്രം ദ വിത്തിൻ ത്രോ ദ ഇമോഷൻ. ഞങ്ങളുടെ വികാരങ്ങളിലൂടെ നമ്മൾ വേണമെന്ന് പറയുമ്പോഴേ മാത്രമേ നമ്മൾ ഇഷ്ടപ്പെടുള്ളൂ. എന്നല്ലാതെ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞാൻ അവനെ ഇഷ്ടപ്പെടണം ഇല്ലെങ്കിൽ ഇവളെ ഇഷ്ടപ്പെടണമെന്നുണ്ടോ? ഇല്ല. അതാ പറയുന്നത് ഇറ്റ് ഈസ് പ്യുവർലി ഈസ് എൻ ഇമോഷണൽ തിങ്. ദാറ്റ് ഈസ്, അതിനാണ് നാഷൻ എന്ന് പറയുന്നത്. There is an element of force connected with the state. കുറച്ച് some element of force that connected with the state. സ്റ്റേറ്റിനെ പിന്നെ ചില ഫോഴ്സിലൂടെ ചില ഘടകങ്ങൾ, ഈ എലമെൻറ്റിനെ ചില ഘടകങ്ങൾ അല്ലെങ്കിൽ പിന്നെ സ്റ്റേറ്റിനെ നയിച്ചു കൊണ്ടുപോകുന്ന ചില പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകാൻ. ദ സ്റ്റേറ്റ് ലോ ദ ബൈൻഡിങ്, അതായത് ആ പിന്നെ നിയമങ്ങളാണ് സ്റ്റേറ്റിനെ ബൈൻഡ് ചെയ്തിരിക്കുന്നത്, അല്ലെ? ദാറ്റ് കൊറക്ഷൻ എക്സസൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഈസ് എൻ അതോറിറ്റി ഈസ് ഡിഫൈൻഡ്. ഇൻ ദ കേസ് ഓഫ് ദ നാഷൻ this is an element of force connected with the state. The state law is always binding. There is a coercion exercised by the state. It is an authority is defined. In the case of the nation, there is a element of persuasion. സോ എന്താണ് ഈ കോർസേഷനും എന്താണ് പെർസുവേഷനും എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു സ്റ്റേറ്റിനെ നയിച്ചു കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുമ്പോൾ കോറേഷൻസ് മീൻസ് നിർബന്ധിതമായ പ്രേരക ഘടകമുണ്ട്. പെർസുവേഷൻ മീൻസ് നിങ്ങളുടെ ഇമോഷൻസ്, ഇവരുടെ എന്താണ് നമ്മുടെ സൈക്കോളജിക്കലായിട്ട് മനഃശാസ്ത്രപരമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വികാരങ്ങൾ, ഇത്തരത്തിലുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ആശയങ്ങളാണ് നമ്മുടെ നാഷനെ നയിച്ചു കൊണ്ട് പോകുന്നത്. എന്നല്ലാതെ ഇന്ന് സ്റ്റേറ്റിനെ എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റിൻ്റെ എയിംസിനെ ഒബ്ജക്റ്റീവ്സിനെ നയിച്ചു കൊണ്ട് പോകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്? കോർസിഷൻ മീൻസ് നിർബന്ധിതമായ ഘടകങ്ങളാണ്. നമ്മൾ ലോനെ ഫോളോ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു നിർബന്ധിതമായ ഘടകമല്ലേ? ആ ലോ ഫോളോ ചെയ്യില്ലെങ്കിൽ നമുക്ക് പണിഷ്മെൻറ്റ് കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ എലമെന്റ് ഓഫ് സ്റ്റേറ്റ് ഈസ് ഡെഫിനിറ്റ് പോപ്പുലേഷൻ. ഇനി എലമെന്റ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ഒരു വൺ ഓഫ് ദ എലമെന്റ് ആണ് പോപ്പുലേഷൻ, ജനസംഖ്യ എന്ന് പറയുന്നത്. ദി എലമെന്റ് ഓഫ് ദ സ്റ്റേറ്റ് ആർ ഡെഫിനിറ്റ്. പോപ്പുലേഷൻ ഫിക്സഡ് ടെറിട്ടറി, ഗവൺമെന്റ് ആൻഡ് സോവനിറ്റി. ദി എലമെന്റ് ഓഫ് നാഷൻസ് ആർ നോട്ട് എ ഡെഫിനിറ്റ്. ഇനി പിന്നെ നാഷൻസിൻ്റെ ഒരു ദേശത്തിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നയിച്ചു കൊണ്ടുപോകുന്ന എലമെന്റ്സുകളുണ്ടോ? ഡെഫിനറ്റ് ആയിട്ടുള്ള എലമെന്റ്സുകളുണ്ടോ? ഇല്ല, ഘടകങ്ങളില്ല. പക്ഷേ രാഷ്ട്രത്തെ നയിച്ചു കൊണ്ടുപോകുന്ന ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണുള്ളത്? ഒരു ഫിക്സഡ് ടെറിട്ടറി വേണം, ജനസംഖ്യ വേണം, ഗവൺമെൻറ് വേണം, പരമാധികാരം വേണം. സംവെയർ ദ കോമൺ ലാംഗ്വേജ്. അതേസമയം ഒരു ദേശത്തെ നയിച്ചു കൊണ്ടുപോകുന്ന കോമൺ ലാംഗ്വേജ് ഹെൽപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ നാഷൻ. ദേശത്തെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്ന കോമൺ ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. സംവെയർ എൽസ് കോമൺ റൈസ്, ഒരു പൊതുവായിട്ടുള്ള വംശം. മേക്ക് ദ നാഷൻ. ഇവയൊക്കെയാണ് രാഷ്ട്രത്തിനെ നയിക്കുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. കോമൺ റിലീജിയൻ, ഫോർ എക്സാമ്പിൾ, വി ഫാക്ടർ ഇൻ ദ മേക്കിംഗ് പാകിസ്ഥാൻ ആസ് എ നാഷൻ, ഇറ്റ് വാസ് എ കോമൺ ലാംഗ്വേജ്. ഇൻ ദ കേസ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആസ് എ നാഷൻ, ഇറ്റ്സ് എ കോമൺ ഹെറിറ്റേജ്. ആൻഡ് മെയ്ഡ് ഇൻ ഇന്ത്യ ഈസ് എ നാഷൻ. അപ്പോൾ പാകിസ്ഥാൻ എന്നൊരു രാഷ്ട്രത്തെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വേർതിരിച്ച് കഴിയുന്നത് പാകിസ്ഥാൻ്റെതായിട്ടുള്ള ഒരു നാഷൻ ഉണ്ട്. വാസ് ആൻഡ് ഫാക്ട് ഇൻ മേക്കിംഗ് പാകിസ്ഥാനെ ഒരു രാഷ്ട്രമാക്കി തീർക്കാൻ കാര്യം ഇറ്റ് ഹാസ് എ കോമൺ ലാംഗ്വേജ്. ഒരു പ്രത്യേക ലാംഗ്വേജ് അവിടെ ഇല്ലേ? ഉണ്ട്. ഇൻ ദ കേസ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എടുക്കുകയാണെങ്കിൽ ആസ് എ നാഷൻ വെർ ഇറ്റ് വാസ് എ കോമൺ ഹെറിറ്റേജ്, ഒരു കോമൺ ഹെറിറ്റേജ് ഉണ്ട് അവിടെ ഉണ്ട്. ആൻഡ് ദാറ്റ് മേഡ് ഇൻ ഇന്ത്യ ആസ് എ നാഷൻ. പിന്നെ ആ ഒരു കോമൺ ഹെറിറ്റേജ് ആണ് ഇന്ത്യ ഒരു പൈതൃകമായി ലഭിച്ച ചില മാമൂലുകളും നോംസും റെഗുലേഷൻസുകളുമാണ് ഇന്ത്യ ഒരു നാഷൻ ആക്കി തീർക്കുന്നത്. ദേശീയത. അപ്പോൾ ദേശീയത എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ഇമോഷൻസുകളാണ്. ഇറ്റ് ഈസ് എ ബൗണ്ട് ടുഗദർ വിത്ത്. നമ്മളെ ബൈൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? നാഷൻ്റെ ബൈൻഡ് ചെയ്തിരിക്കുന്നത് ഇമോഷനിലും മനഃശാസ്ത്ര തത്വങ്ങളിലും അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്നതാണ് എന്തെന്നറിയപ്പെടുന്നത് നാഷൻ. അത് സ്റ്റേറ്റ് അല്ല. ദ സ്റ്റേറ്റ് മേ ബി ലാർജർ ദാൻ നാഷനെക്കാട്ടിയും വലുതാണ് സ്റ്റേറ്റ്. നേരത്തെ പഠിച്ചു. ഫോർ എക്സാമ്പിൾ, ഫോർമർ USSR ഹാഡ് വിത്തിൻ മോർ ദാൻ ദ
100 നാഷണാലിറ്റീസ്. ഇനി USSR, ഫോർമർ USSR, ഇന്നത്തെ റഷ്യ, USSRനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ വിത്തിൻ ദ മോർ ദാൻ ദ 100 നാഷണാലിറ്റീസ്, ഈ USSRൽ 100-ലധികം നാഷണാലിറ്റീസുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പിന്നെ കൺവേഴ്സ്ലി നാഷൻ മേ ബി ലാർജർ ദാൻ സ്റ്റേറ്റ്. അപ്പോൾ ചില സമയത്ത് നാഷൻ സ്റ്റേറ്റിനെക്കാട്ടിൽ ലാർജർ ആകാം. നാഷണാലിറ്റി മേ സ്പ്രെഡ് ഓവർ 2 സ്റ്റേറ്റ്സ്. നാഷണാലിറ്റി 2 സ്റ്റേറ്റിലേക്ക് സ്പ്രെഡ് ചെയ്യാം, പറയത്തില്ലേ? നാഷണാലിറ്റി ചിലപ്പോൾ ഇന്ത്യയിലും ഒരു അമേരിക്കയിലും നാഷണാലിറ്റി വരാം. അപ്പോൾ ചില സമയങ്ങളിൽ നാഷണാലിറ്റിയുടെ വലുപ്പം മേ ബി വർദ്ധിക്കാം. ദ കൊറിയൻ നാഷണാലിറ്റി സ്പ്രെഡ് ഓവർ 2 സ്റ്റേറ്റ്. കൊറിയൻ നാഷണാലിറ്റി 2 സ്റ്റേറ്റിൽ സ്പ്രെഡ് ചെയ്യാം, അങ്ങനെയും സംഭവിക്കാം. നോർത്ത് കൊറിയ ആൻഡ് സൗത്ത് കൊറിയ. അപ്പോൾ ലാർജർ ആയില്ലേ നാഷണാലിറ്റി സ്റ്റേറ്റിനെ കാട്ടിയും, അങ്ങനെയും വരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നാഷനും സ്റ്റേറ്റുമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗവുമായിട്ട് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത് സ്റ്റേറ്റും ഗവൺമെൻറ്റും സ്റ്റേറ്റും അസോസിയേഷൻസുകളും തമ്മിലുള്ള സ്റ്റേറ്റിൻ്റെ പ്രാധാന്യം, എന്താണ് സ്റ്റേറ്റ്, എന്താണ് സൊസൈറ്റി, സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ ദ അസോസിയേഷൻ, ഗവൺമെൻറ് ആൻഡ് അതർ അസോസിയേഷൻസ് ആൻഡ് അതർ ഗവൺമെൻറ് ഓർഗനൈസേഷൻ. ഇവ തമ്മിലുള്ള ഒരു വ്യത്യസ്തതയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പ്രധാനമായിട്ടും ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് അതർ അസോസിയേഷൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്, സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് നാഷനും സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. ഓക്കെ, താങ്ക് യു.